കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലേക്കുള്ള വിളക്കുതിരി സംഘം മഠത്തിൽ പ്രവേശിച്ച് വിളക്കുതിരി നിർമ്മാണം ആരംഭിച്ചു. കൊട്ടിയൂർ ഉത്സവത്തിന് ആവശ്യമായുള്ള വിളക്കുതിരികളും സ്ഥാനികർക്കായുള്ള ഉത്തിരിയവും ദേവസ്ഥാനങ്ങളിൽ മറയ്ക്കുവാനുള്ള കിള്ളിശീലകളും ഉൾപ്പെടെ കൈത്തറിയിൽ നെയ്തുണ്ടാക്കിയാണ് സംഘം കൊട്ടിയൂരിലേക്ക് എത്തിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലേക്കുള്ള വിളക്കുതിരി സംഘം മഠത്തിൽ പ്രവേശിച്ച് വിളക്കുതിരി നിർമ്മാണം ആരംഭിച്ചു. കൊട്ടിയൂരിൽ ഉത്സവ ആവശ്യത്തിനുള്ള വിളക്കുതിരികളും സ്ഥാനികർക്കുള്ള ഉത്തരീയവും ദേവസ്ഥാനങ്ങളിൽ മറയ്ക്കാനുള്ള കിള്ളിശീലകൾ ഉൾപ്പെടെ കൈത്തറിയിൽ നെയ്തുണ്ടാക്കിയാണ് സംഘം കൊട്ടിയൂരിലെത്തിക്കുന്നത്. കൊട്ടിയൂരിലേക്കുള്ള ആദ്യത്തെ എഴുന്നള്ളത്തിനുള്ള തയ്യാറെടുപ്പുകൾ കൂത്തുപറമ്പ് പുറക്കളത്ത് കോട്ടയം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ വിളക്കുതിരി മഠത്തിൽ സജീവമായി. അരനൂറ്റാണ്ടിലേറെ കാലമായി ക്ഷേത്രത്തിനു സമീപം ഒരു വീട്ടിലായിരുന്നു വിളക്കുതിരി മഠം പ്രവർത്തിച്ചിരുന്നത്. അതിത്തവണ ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക ഷെഡൊരുക്കി മാറ്റുകയായിരുന്നു. മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജന്റെ നേതൃത്വത്തിലാണ് 6 സംഘം വ്രതംനോറ്റ് മഠത്തിൽ പ്രവേശിച്ച് ചടങ്ങുകൾ ആരംഭിച്ചത്. 14 രാത്രി 10 മണിയോടെയാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നതെന്ന് വിളക്കുതിരി സംഘത്തിന് നേതൃത്വം നൽകുന്ന മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജൻ പറഞ്ഞു. രേവതി നക്ഷത്രത്തിനാണ് നമ്മൾ മഠത്തിൽ കയറുന്നത്. മഠത്തിൽ കയറി അതിനുശേഷം പൂയൻ നക്ഷത്രത്തിന് ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഒരു 10 മണിയാകുന്നതോടെ ഇവിടുന്ന് രാത്രി പുറപ്പെട്ട് നേരെ നമ്മൾ പോകുന്നത് ഇടയാർ അമ്പലത്തിലാണ്. അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പേരാവൂരിലെത്തും. പേരാവൂർ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അവിടുന്ന് ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അവിടെ നേരെ പോകുന്ന മണത്തന ഗോപുരത്തിലാണ് താമസം. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാവും. പിന്നെ രാവിലെ ഒരു 4-5 മണിയാകുമ്പോൾ എണീറ്റ് നേരെ കൊട്ടിയൂരിലേക്ക് പോകും. കൊട്ടിയൂരിൽ ഒരു 8 മണിയാകുമ്പോൾ എത്തും. അന്ന് ആ നീരെഴുന്നള്ളത്തിന് മുന്നേ ഞങ്ങൾ അവിടെ എത്തണം. അതാണ് ആദ്യമേ ഉള്ള ഒരു ചടങ്ങ്. അപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞതിന് ശേഷമേ നീരെഴുത്തിന് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകും. പിന്നെ പിറ്റേന്ന് രാവിലെ അടിയന്തരം യോഗം ചേർന്ന് അതിനുശേഷം നമ്മളെ വിളിക്കുക, മണിയൻ ചെറ്റാനെ വിളിക്കുക. മണിയൻ ചെറ്റാൻ വിളിച്ചു കഴിഞ്ഞാലാണ് ഞങ്ങൾ പോയിട്ട് ഇത് അവിടെ ഒപ്പിക്കുക. നമ്മൾ 6 പേരാണ് ഈ സംഘത്തിൽ ഉള്ളത്. കതിരൻ ഭാസ്കരൻ, തൊണ്ടൻ രാഘവൻ, ചിങ്ങൻ പ്രകാശൻ, കറുത്ത പ്രദീപൻ, കതിരൻ രജീഷ് എന്നിവരുമാണ് സംഘത്തിലുള്ളത്. കോട്ടയം തിരൂർക്കുന്ന് ഗണപതി ക്ഷേത്രത്തിൽ ഓംകാരം മുഴക്കി വലം വെച്ച് ക്ഷേത്രസ്ഥാനികരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് സംഘം കൊട്ടിയൂരിലേക്ക് കാൽനടയായി പുറപ്പെടുക. 16 കാലത്ത് സംഘം ഇക്കരെ കൊട്ടിയൂരിലെത്തി വിളക്കുതിരിക്കെട്ട് ക്ഷേത്രാധികാരികൾക്ക് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.